നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗി വേർപെട്ടു. എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസിന്റെ ബോഗിയും എഞ്ചിനുമാണ് വേർപെട്ടത്. ബോഗികൾ കൂട്ടിച്ചേർത്ത് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാറ്റി. തൃശൂർ ഷൊർണൂർ റൂട്ടിൽ ട്രെയിനുകൾ വൈകുന്നു. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻപാണ് ബോഗി വേർപെട്ടത്. പ്രതിപക്ഷം രാജ്യത്തെ വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന് രാഹുൽ. നീറ്റ് വിഷയത്തിൽ ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ച് സ്പീക്കർ. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷം സമർപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ച് സ്പീക്കർ. ഇത് വിദ്യാർത്ഥികളെ ബാധിച്ച വിഷയമാണെന്നും ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ ചൂണ്ടിക്കാട്ടി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കപ്പെട്ടതോടെ സഭ പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ നടപടികൾ നിർത്തിവച്ചു. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമ ഷൂട്ടിംഗ്, കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമ ഷൂട്ടിംഗ് നടത്തിയ സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വ്യാഴാഴ്ച രാത്രിയാണ് രോഗികളെ ബുദ്ധിമുട്ടിലാക്കി സിനിമാ ചിത്രീകരണം നടന്നത്. സർക്കാർ ആശുപത്രികളിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമ ചിത്രീകരിക്കാൻ അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്യാൻസർ മരുന്നുകൾക്ക് ഇനി ലാഭമെടുക്കില്ല, സീറോ പ്രോഫിറ്റിൽ നൽകും. നിർണായക ഇടപെടലുമായി സർക്കാർ. സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ, അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകൾ എന്നീ വില കൂടിയ മരുന്നുകൾ ലാഭം ഒട്ടുമില്ലാതെ സീറോ പ്രോഫിറ്റായി രോഗികൾക്ക് നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ ക്യാൻസർ മരുന്ന് വിപണിയിൽ കേരള സർക്കാർ ഇതിലൂടെ നിർണായക ഇടപെടലാണ് നടത്തുന്നത്. 800ഓളം വിവിധ മരുന്നുകൾ കമ്പനി വിലയ്ക്ക് തന്നെ ലഭ്യമാകുന്നതാണ്. കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്നതിലൂടെ ചികിത്സാ ചെലവ് കുറയുന്നത് രോഗികൾക്ക് വളരെയേറെ ആശ്വാസമാകുന്നതാണ്. വിദ്യാഭ്യാസമുള്ളവർ നേതാവാകണം, പാർട്ടികളുടെ വ്യാജ പ്രചാരണങ്ങൾ തിരിച്ചറിയണം, വിദ്യാർത്ഥികളോട് വിജയ്. വിദ്യാഭ്യാസമുള്ളവർ നേതാക്കളാകണമെന്ന് നടനും തമിഴക വെട്രിക്ക് കഴകം അധ്യക്ഷനുമായ വിജയ്. വിദ്യാഭ്യാസമുള്ളവർ എല്ലായിടത്തും നേതൃസ്ഥാനത്തിലെത്തണമെന്നും വിജയ് പറഞ്ഞു. സംസ്ഥാനത്ത് 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു വിജയുടെ പ്രസ്താവന. യുവതലമുറ ലഹരികളോട് നോ പറയണമെന്നും വിജയ് പറഞ്ഞു. കണ്ണൂരിൽ CPIM വിട്ട മനു തോമസിന് പോലീസ് സംരക്ഷണം, ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടു. കണ്ണൂരിൽ CPIM വിട്ട മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിന് പോലീസ് സംരക്ഷണം. ജില്ലാ പോലീസ് മേധാവിയുടേതാണ് ഉത്തരവ്. വീടിനും മനുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്കും പോലീസ് സംരക്ഷണം നൽകും. ആലക്കോട് പോലീസ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ്. പൊട്ടക്കിണറ്റിൽ വീണ പുള്ളിപ്പുലിയെ രക്ഷിച്ച് വനം വകുപ്പ് 2 ദിവസത്തിനകം കാട്ടിലേക്ക് തുറന്നുവിടും. ആന്ധ്രയിലെ പ്രകാശം ജില്ലയിൽ വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റിൽ വീണ പുള്ളിപ്പുലിയെ വനം വകുപ്പ് രക്ഷിച്ചു. പ്രകാശം ജില്ലയിലെ ഗിഡലൂരിലുള്ള ദേവനഗരം ഗ്രാമത്തിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. 9.5 അടി താഴ്ചയുള്ള പൊട്ടക്കിണറ്റിലാണ് പുള്ളിപ്പുലി വീണത്. ഇത് കണ്ട നാട്ടുകാരാണ് വനം വകുപ്പിനെ വിവരമറിയിച്ചത്. 8 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് പുള്ളിപ്പുലിയെ പുറത്തെടുത്തത്. ഇടയ്ക്ക് പുള്ളിപ്പുലിക്ക് ഭക്ഷണവും വെള്ളവും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൊട്ടകെട്ടി താഴേക്കിറക്കി നൽകി.
പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം പുള്ളിപ്പുലിയെ 2 ദിവസത്തിനകം കാട്ടിലേക്ക് തുറന്നുവിടുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് NIT തൊഴിലാളി സമരം വൻ വിജയം. പിരിച്ചുവിട്ട 312 തൊഴിലാളികളെയും നിലനിർത്തുമെന്ന് മാനേജ്മെന്റ്. NITയിലെ കരാർ തൊഴിലാളികളുടെ സമരം അവസാനിപ്പിച്ചു. നിലവിലുള്ള സെക്യൂരിറ്റി സാനിറ്റേഷൻ വിഭാഗത്തിലെ 312 ജീവനക്കാരെയും നിലനിർത്തുമെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകി. ഇന്ന് തന്നെ സമരം ചെയ്യുന്ന ജീവനക്കാർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതിയും ചർച്ചയിൽ മാനേജ്മെന്റ് നൽകി. തൊഴിലാളികൾക്ക് 60 വയസ്സ് എന്ന മാനദണ്ഡം തന്നെ ഇനിയും നിലനിർത്താനും തീരുമാനിച്ചു. 55 വയസ്സ് കഴിഞ്ഞവരെ പിരിച്ചുവിടാനുള്ള തീരുമാനത്തിനെതിരെയായിരുന്നു സമരം. വിമാന ടിക്കറ്റിന്റെ കാര്യത്തിൽ പ്രവാസികൾ വലിയ ചൂഷണം നേരിടുന്നു. കേന്ദ്ര സർക്കാർ ഇടപെടാൻ തയ്യാറാകുന്നില്ല. വിമർശിച്ച് മന്ത്രി MB രാജേഷ്. വിമാന ടിക്കറ്റിന്റെ കാര്യത്തിൽ പ്രവാസികൾ വലിയ ചൂഷണം നേരിടുന്നുവെന്ന് മന്ത്രി MB രാജേഷ്. ഇക്കാര്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇടപെടുന്നില്ലെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചു. ലോക മലയാളി എന്ന സങ്കല്പം വളർത്തിയെടുക്കുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് ലോക കേരള സഭയെന്നും മന്ത്രി പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.